ഇത്തരത്തിൽ ഏതൊക്കെ വിധത്തിൽ അവർ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതിന് ഒരു സ്റ്റഡി മെറ്റീരിയൽ കൂടിയായിരിക്കും ജ്യോതി മൽഹോത്ര, എനിക്ക് തോന്നുന്നു. വളരെ സത്യമാണ്. കാരണം നമ്മൾ ഇത്രയും കാലം ഇതെങ്ങനെ അറിയാതെ പോയി എന്നുള്ളത് തന്നെ അതിശയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, നെതന്യാഹുവിനെ കൊല്ലാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു, അയത്തുള്ള അലി ഖമനിയെ കൊല്ലാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 4 ദിവസത്തെ വാറായിരുന്നെങ്കിലും പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റും ജനറൽ മുനീറും എല്ലാം ഒളിത്താവളങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം വരെയുണ്ട്. അവർക്കും ഭീഷണി ഉണ്ടായിരുന്നു, നമ്മൾ അവരെ ലൈഫിനെ ത്രട്ടൺ ചെയ്യുമോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി സംഭവിപ്പിക്കുമോ എന്നൊക്കെയുള്ള ഭീഷണി. അത് ഇന്നത്തെ ഒരു വാർ രീതികൾ അങ്ങനെയൊക്കെ കൂടെ ആയിപ്പോയി. അപ്പോൾ നേരിട്ട് പട്ടാളക്കാരിലേക്കല്ല യുദ്ധം, ചിലപ്പോൾ തലവന്മാരിലേക്കും വരെ യുദ്ധം നീളുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ സെക്യൂരിറ്റി പ്രിക്കോഷൻസ് നടത്തേണ്ടത്.